ഓണം രുചികളിലെ 7ാമത്തെ ഐറ്റം പരിചയപ്പെട്ടാലോ? അതെ, ഓലൻ. ഇതിൽ മാത്രം നമുക്ക് തേങ്ങ അരച്ച് ചേർത്തുള്ള അരപ്പല്ല വേണ്ടത്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. 1-ാം പാലും 2-ാം പാലും വേണം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 2 പിടി, നമ്മുടെ കൈക്ക് 2 പിടി വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പ് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. തലേദിവസമൊന്നും വെള്ളത്തിലിട്ടതല്ല. പിന്നെ ഇത്രയും വലിപ്പമുള്ള ഒരു കുമ്പളങ്ങ കഷ്ണം വേണം. ഒരു 3-4 പച്ചമുളക്. അപ്പോൾ എരിവിനായിട്ട് ഈ പച്ചമുളക് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പയർ വേവിച്ചെടുക്കണം. പയർ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 2 വിസിൽ കൽപ്പിച്ച് വേവിച്ചെടുക്കുക. പയർ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ചെത്തി കഴുകിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്യൂബായിട്ടാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. പച്ചമുളകും കീറിയിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ വൻപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം അധികം ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് 1-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് കുമ്പളങ്ങ കഷ്ണവും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിക്കണം. ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണേ, സോറി. ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമ്മളതൊരു മൺചട്ടിയിലേക്ക് പകർത്തി കൊടുക്കുകയാണ്. ഇനി അതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇനി നമുക്ക് ആകെ ചേർക്കാനുള്ളത് 1-ാം പാലാണ്. 1 കപ്പ് 1-ാം പാലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ, വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ നമ്മൾ 1-ാം പാൽ ചേർക്കണം. അപ്പോൾ നമുക്ക് 1-ാം പാൽ ചേർക്കാം. ഈ സമയത്ത് ഞാൻ 1-ാം പാൽ ചേർക്കുന്നുണ്ട്. അതും ഞാൻ വീഡിയോയിൽ പകർത്താൻ മറന്നുപോയി, ക്ഷമിക്കണേ. അതും കൂടെ പകർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി വിതറി 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങാം. ഇതിന് ഈ ഒരു കറിക്ക് കടുക് താളിക്കലില്ല. ഓണസദ്യയിൽ അവിയലിനും ഓലനും മാത്രം നമ്മൾ കടുക് താളിക്കില്ല. അതുപോലെ പരിപ്പ് കറിക്കും കടുക് താളിക്കാറില്ല. ഈ 3 കറികളാണ് കടുക് താളിക്കാത്തത്. അപ്പോൾ നമ്മുടെ ഓലൻ കറി റെഡിയായി. ഇത് ഇരുന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഓലൻ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓണസദ്യയിലെ എല്ലാ ഐറ്റംസും ഞാൻ ഓരോ ദിവസവും വൈകുന്നേരം 7:45 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഓണരുചിയുമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു.